അപ്പോൾ ഇന്ന് വൈകുന്നേരം വിളക്ക് വെപ്പൊക്കെ കഴിഞ്ഞു. നമ്മൾ എന്താണ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്താ പറയുക, നാമജപമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുക്കളയ്ക്ക് പോയി. അടുക്കളയിൽ നിന്ന് ഉച്ചയ്ക്ക് കഞ്ഞി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മുതൽ തുടങ്ങണമായിരുന്നു. അപ്പം ഒന്ന് പെട്ടെന്നൊരു എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടാന്ന് കരുതി, ഒരു നേരത്തേക്കുള്ള ആവശ്യമല്ലേ ഉള്ളൂ, വേസ്റ്റ് ആക്കാൻ വേണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അപ്പം നമ്മൾ കുക്കറിൽ ബിരിയാണി റൈസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ സോയാബീൻ വെച്ചിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് ഞാൻ ഇട്ടിട്ടുള്ള പേര് ബിരിയാണിയാണ് കേട്ടോ. യഥാർത്ഥ ബിരിയാണി കഴിച്ചിട്ടുള്ള ആൾക്കാർ പറയും ഇത് ബിരിയാണിയാണോ എന്ന് എന്നോട് ചോദിക്കും. എനിക്കറിയില്ല, എനിക്ക് നോൺ ഐറ്റംസ് ഒന്നും വെക്കാനൊന്നും അറിയില്ല കേട്ടോ. കാരണം നമ്മൾ ഇവിടെ പാകം ചെയ്യാത്തത് കൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ വശമില്ല. ഇനി നമ്മൾ ഈ കർക്കിടക മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെച്ച് കൊടുക്കും ഈ മരിച്ചു പോയവർക്കൊക്കെ വേണ്ടിയിട്ട്. ആ സമയത്ത് അമ്മയാണ് വെട്ടലും, പിന്നെ ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. നമുക്ക് അങ്ങനെ വെക്കാനൊന്നും അറിയില്ല, നോൺ ഐറ്റംസ് ഒന്നും വെക്കാനും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അമ്മ ഫുഡ് കഴിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേക രീതിയിലൊക്കെ ഉണ്ടാക്കി ശരിയാക്കുന്നത്. കാരണം ഇങ്ങനെയെങ്കിലും കഴിക്കട്ടെ, ഒരുപാട് മെഡിസിൻ എടുക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്